നമ്മുടെ നാട്ടിൽ നിന്ന് കുട്ടികളെ ഉന്നത വിദ്യാഭ്യാസത്തിനായി ഇതര സംസ്ഥാനങ്ങളിലേക്ക് പറഞ്ഞയക്കാറുണ്ട്. ഇങ്ങനെ ഒട്ടേറെ മലയാളി വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്ഥലമാണ് കോയമ്പത്തൂർ. എന്നാൽ അവിടെ നമ്മുടെ മക്കൾ എത്രത്തോളം സുരക്ഷിതരാണെന്ന ആശങ്ക പല മാതാപിതാക്കൾക്കും ഉണ്ടാകാം. കഴിഞ്ഞ രാത്രി കോയമ്പത്തൂർ നഗരത്തിൽ സ്വകാര്യ കോളേജിലെ MBA വിദ്യാർത്ഥിനിയെ കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കിയ സംഭവം ഏറെ ഭയപ്പെടുത്തുന്നതാണ്. ആൺ സുഹൃത്തിനൊപ്പം കാറിൽ ഇരിക്കുകയായിരുന്ന പെൺകുട്ടിയെയാണ് 3 അംഗ സംഘം തട്ടിക്കൊണ്ടുപോയി ലൈംഗികമായി പീഡിപ്പിച്ചത്. യുവാവിനെ അരുവാൾ കൊണ്ട് വെട്ടിയ ശേഷമാണ് 19-കാരിയെ തട്ടിക്കൊണ്ടുപോയി കൂട്ടബലാത്സംഗം ചെയ്തത്. കോയമ്പത്തൂർ രാജ്യാന്തര വിമാനത്താവളത്തിന് സമീപം വൃന്ദാവൻ നഗറിൽ സുഹൃത്തുമായി കാറിൽ സംസാരിച്ചു കൊണ്ടിരുന്ന വിദ്യാർത്ഥിനിയെയാണ് 3 അംഗ സംഘം ബലാത്സംഗം ചെയ്തത്. ഇരുചക്രവാഹനത്തിലെത്തിയ സംഘം കാറിലുണ്ടായിരുന്ന യുവാവിനെ അരിവാൾ കൊണ്ട് വെട്ടിയ ശേഷം വിദ്യാർത്ഥിനിയെ തട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. ഒറ്റപ്പെട്ട സ്ഥലത്ത് കൊണ്ടുപോയി യുവതിയെ ബലാത്സംഗം ചെയ്ത ശേഷം പ്രതികൾ കടന്നുകളഞ്ഞു. പരിക്കേറ്റ കാമുകൻ വിവരമറിയിച്ചതിനെ തുടർന്ന് പോലീസ് തിരച്ചിൽ നടത്തുകയും കോയമ്പത്തൂർ വിമാനത്താവളത്തിൽ നിന്ന് 1 കിലോമീറ്റർ അകലെയുള്ള സ്വകാര്യ കോളേജിന് പിന്നാലെ ഒറ്റപ്പെട്ട സ്ഥലത്ത് പെൺകുട്ടിയെ കണ്ടെത്തുകയുമായിരുന്നു. യുവതിയെ നഗ്നയാക്കി ഉപേക്ഷിച്ച ശേഷമാണ് പ്രതികൾ രക്ഷപ്പെട്ടത്. ആൺസുഹൃത്തിനെ ആക്രമിച്ച ശേഷം പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയ സംഘം സമീപത്തെ മറ്റൊരിടത്ത് വെച്ച് പെൺകുട്ടിയെ കൂട്ടബലാത്സംഗം ചെയ്യുകയായിരുന്നു. പരിക്കേറ്റ പെൺകുട്ടി നിലവിൽ ചികിത്സയിലാണെന്നും ആരോഗ്യനില തൃപ്തികരമാണെന്നും പോലീസ് പറഞ്ഞു. പുലർച്ചെ 4 മണിയോടെയാണ് പെൺകുട്ടിയെ രക്ഷപ്പെടുത്തി സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. കോവിൽപ്പാളയത്തിനു സമീപത്തു നിന്ന് ഇരുചക്രവാഹനം മോഷ്ടിച്ചാണ് പ്രതികൾ സംഭവസ്ഥലത്തെത്തിയത് എന്നാണ് പോലീസ് പറയുന്നത്. പ്രതികളെ പിടികൂടാൻ 7 പ്രത്യേക സംഘങ്ങളായി തിരിഞ്ഞാണ് അന്വേഷണം. പരിക്കേറ്റ യുവാവിനെ ചികിത്സയ്ക്കായി കോയമ്പത്തൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. പ്രദേശത്തെ CCTV ദൃശ്യങ്ങളടക്കം പരിശോധിച്ചാണ് അന്വേഷണം. News 18 കോയമ്പത്തൂർ.